എല്ലാവർക്കും കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ സ്നേഹവന്ദനം. ഇന്ന് നാം വായനയ്ക്കും ചിന്തയ്ക്കുമായി എടുക്കുന്ന വേദഭാഗം വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 23 അധ്യായം 33 മുതൽ 39 വരെയുള്ള വാക്യങ്ങളാണ്. 32 വരെയുള്ള വാക്യങ്ങളിൽ യേശു തന്റെ കാലത്തെ മത നേതാക്കളുടെ മേൽ 7 കഷ്ടങ്ങൾ പ്രഖ്യാപിക്കുന്നതും മനുഷ്യനിർമ്മിത നിയമത്തിന്റെ അക്ഷരങ്ങൾ ഏറ്റവും ചെറിയ വിശദാംശങ്ങൾ വരെ പിന്തുടരുന്ന യഹൂദ മത നേതൃത്വം തിരുവെഴുത്തിന്റെ യഥാർത്ഥ അർത്ഥം നഷ്ടപ്പെടുത്തുന്നു എന്നും നീതി, കരുണ, വിശ്വസ്തത എന്നിവ നിർവഹിക്കാനുള്ള ദൈവത്തിന്റെ ആഗ്രഹം തിരസ്കരിക്കുന്നവരായി മാറി എന്നും കർത്താവ് ചൂണ്ടിക്കാണിക്കുന്നു. 33 വാക്യത്തിൽ പാമ്പുകളെ, സർപ്പസന്തതികളെ, നിങ്ങൾ നരകവിധി എങ്ങനെ ഒഴിഞ്ഞുപോകും എന്ന് കർത്താവ് ശാസ്ത്രിമാരോടും പരീശന്മാരോടും പറയുന്നതായി നാം വായിക്കുന്നു. ഏതാനും വർഷങ്ങൾക്ക് മുമ്പ് യോർദാൻ നദിയിൽ വെച്ച് യോഹന്നാൻ സ്നാപകൻ പരീശന്മാരോടും ശാസ്ത്രിമാരോടും പറഞ്ഞ അതേ കാര്യമാണ് ഈ വാക്കുകളിൽ പ്രതിധ്വനിച്ചത് എന്ന് മത്തായി 3:7 വാക്യം ചേർത്ത് വായിച്ചാൽ വ്യക്തമാണ്. സർപ്പസന്തതികളെ എന്ന പ്രയോഗത്തിലൂടെ ദുഷ്ടന്മാരായ യഹൂദ മത നേതാക്കളുടെ ആന്തരിക വിഷത്തെയും അവരുടെ കപടത, ദ്രോഹം, ദുഷ്ടത എന്നിവയെയും പ്രകടമാക്കുന്നു. അവർ പഴയ സർപ്പമായ സാത്താനെ പോലെയും പ്രവാചകന്മാരെ കൊന്ന അവരുടെ പൂർവികന്മാരോടും സാമ്യമുള്ളവരായിരുന്നു എന്നും അത്തരമൊരു അശുദ്ധ തലമുറയിൽ നിന്ന് ഒരു നന്മയും പ്രതീക്ഷിക്കാൻ കഴിയുകയില്ല എന്നും കർത്താവ് അർത്ഥമാക്കുന്നു. നരകശിക്ഷയിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെ രക്ഷപ്പെടാൻ കഴിയും എന്ന ചോദ്യത്തിൽ നിന്ന് ഒരിക്കലും മാനസാന്തരപ്പെടാത്ത ദുഷ്ടർക്ക് നരകശിക്ഷയിൽ നിന്ന് രക്ഷിക്കപ്പെടുക എന്നത് അസാധ്യമാണ് എന്ന് കർത്താവ് സൂചിപ്പിക്കുന്നു. ഇന്ന് നാം സമൂഹത്തിൽ കാണുന്നത് പോലെ പാരമ്പര്യ മതാചാരങ്ങൾ മാത്രം യാന്ത്രികമായി ചെയ്ത് മാനസാന്തരപ്പെടാതെ ദൈവത്തെ ഹൃദയത്തിൽ നിന്ന് അകറ്റി കളഞ്ഞവർക്ക് ദൈവം ന്യായവിധി തീർച്ചയായും നടത്തും എന്ന് കർത്താവ് ഓർമ്മിപ്പിക്കുന്നു. സങ്കീർത്തനം 58:4 വാക്യത്തിൽ അവരുടെ വിഷം സർപ്പവിഷം പോലെ, അവർ ചെവിയടഞ്ഞ ഒട്ട അണലി പോലെ ആകുന്നു എന്ന് ദുഷ്ടന്മാരുടെ ദൈവവചനത്തിന് ഒരിക്കലും ചെവി കൊടുക്കാത്ത കപടതയും അകൃത്യവും അനീതിയും സർപ്പത്തിന്റെ വിഷത്തോട് താരതമ്യപ്പെടുത്തുന്നതായി നാം വായിക്കുന്നു. 34 വാക്യത്തിൽ അതുകൊണ്ട് ഞാൻ പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും നിങ്ങളുടെ അടുക്കൽ അയക്കുന്നു. അവരിൽ ചിലരെ നിങ്ങൾ ക്രൂശിച്ച് കൊല്ലുകയും ചിലരെ നിങ്ങളുടെ പള്ളികളിൽ ചമ്മട്ടി കൊണ്ട് അടിക്കുകയും പട്ടണത്തിൽ നിന്ന് പട്ടണത്തിലേക്ക് ഓടിക്കുകയും ചെയ്യും എന്ന് യേശു കർത്താവ് അരുളി ചെയ്യുന്നു. യേശുവിന്റെ ശിഷ്യന്മാരെയും ശിഷ്യന്മാരുടെ ശിഷ്യന്മാരെയും പരീശന്മാർ വേട്ടയാടി കൊല്ലുമെന്നുള്ള ഭാവിയെക്കുറിച്ചുള്ള കർത്താവിന്റെ പരാമർശങ്ങളായിരുന്നു ഇവ എന്ന് വ്യക്തമാണ്. പ്രവാചകന്മാർ, ജ്ഞാനികൾ, ശാസ്ത്രിമാർ എന്നിവർ യേശു തന്റെ അപ്പസ്തോലന്മാരെ ഉദ്ദേശിച്ചാണ് പറയുന്നത്. ക്രിസ്തു തന്റെ അപ്പസ്തോലന്മാരെയും ശുശ്രൂഷകന്മാരെയും അവരുടെ ഇടയിലേക്ക് അയക്കും. എന്നാൽ യഹൂദന്മാർ അവരെ പീഡിപ്പിച്ചു കൊല്ലുമെന്ന് കർത്താവ് ഇവിടെ പ്രവചിക്കുന്നത് പോലെ തന്നെ സ്റ്റീഫൻ കല്ലെറിഞ്ഞു കൊല്ലപ്പെട്ടു, യാക്കോബ് വാൾ കൊണ്ട് സംഹരിക്കപ്പെട്ടു, ശിമയോൻ പത്രോസ് ക്രൂശിക്കപ്പെട്ടു എന്ന ചരിത്രം അപ്പസ്തോലന്മാരെ പീഡിപ്പിക്കുകയും ക്രൂശിച്ചു കൊല്ലുകയും ചെയ്യുമെന്ന കർത്താവിന്റെ പ്രവചനം നിവൃത്തിയായി എന്ന് സാക്ഷ്യപ്പെടുത്തുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഞാൻ നിങ്ങളുടെ അടുക്കിലേക്ക് പ്രവാചകന്മാരെയും ജ്ഞാനികളെയും ശാസ്ത്രിമാരെയും അയക്കുന്നു എന്ന വാക്കുകൾ യേശു കർത്താവ് പ്രവാചകന്മാരെ അയക്കാനുള്ള അധികാരമുള്ളവനാണ് എന്നും പഴയ നിയമകാലം മുതലേ യേശു കർത്താവ് തന്നെയാണ് പ്രവാചകന്മാരെ അയച്ചത് എന്നും ഇത് ക്രിസ്തു യേശുവിന്റെ ദൈവത്വത്തിന്റെ മറ്റൊരു അസന്നിഗ്ധമായ തെളിവാണ് എന്നും മനസ്സിലാക്കാം. 35-36 വരെയുള്ള വാക്യങ്ങളിൽ നീതിമാനായ ഹാബേലിന്റെ രക്തം മുതൽ നിങ്ങൾ മന്ദിരത്തിനും യാഗപീഠത്തിനും നടുവിൽ വെച്ച് കൊന്നവനായി ബെരേഖ്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ഭൂമിയിൽ ചൊരിഞ്ഞ നീതിയുള്ള രക്തമെല്ലാം നിങ്ങളുടെ മേൽ വരേണ്ടതാകുന്നു. ഇതൊക്കെയും ഈ തലമുറ മേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് കാണിക്കുന്നു. യഹൂദന്മാരുടെ മേൽ എല്ലാ നീതിമാന്മാരുടെയും രക്തം വരുമെന്ന് യേശു പ്രസ്താവിക്കുന്നു. കാരണം നീതിക്ക് വേണ്ടി രക്തം ചൊരിയുമ്പോൾ ദൈവം പ്രതികാരം ചെയ്യുമെന്ന് കർത്താവ് മുന്നറിയിപ്പ് നൽകുന്നു. ഹാബേലിന്റെ രക്തം മുതൽ ബെരേഖ്യാവിന്റെ മകനായ സെക്കരിയാവിന്റെ രക്തം വരെ ചൊരിഞ്ഞതിനുള്ള അവർക്കെതിരായ കുറ്റം നിലനിൽക്കുമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ഹാബേൽ ആദ്യമായി കൊല്ലപ്പെട്ട നീതിമാനാണെന്ന് തിരുവെഴുത്തുകൾ സാക്ഷ്യപ്പെടുത്തുന്നു. കർത്താവ് ഈ വാക്യത്തിൽ പറയുന്ന സെക്കരിയാവ് ആരായിരുന്നതിനെ കുറിച്ച് പണ്ഡിതന്മാർ തമ്മിൽ അഭിപ്രായ വ്യത്യാസമുണ്ട്. ചിലർ ഈദോയുടെ മകനായ സെക്കരിയാവിന്റെ
യെഹോയാദാവിനെയാണ് കർത്താവ് ഇവിടെ ഉദ്ദേശിക്കുന്നത് എന്ന് കരുതുന്നു. മറ്റുള്ളവർ യെഹോയാദായുടെ മകൻ സെക്കരിയാവിനെ കുറിച്ചാണ് കർത്താവ് പറയുന്നത് എന്ന് കരുതുന്നു. സെക്കരിയാവ് 1:1 ഈദോ പ്രവാചകന്റെ മകനായ ബെരോഖ്യാവിന്റെ മകനായ സെക്കരിയാവ് എന്ന് സക്കറിയ പ്രവാചകനെ കുറിച്ച് തിരുവെഴുത്ത് രേഖപ്പെടുത്തുന്നു. ഇവിടെ സക്കറിയാവ് ബെരേഖ്യാവിന്റെ മകനും ഈദോവിന്റെ മകനുമാണ് എന്ന് തിരിച്ചറിയുന്നുണ്ട്. പക്ഷേ ഈ സെക്കരിയാവ് ദൈവാലയത്തിൽ കൊല്ലപ്പെട്ടതായി പഴയ നിയമത്തിൽ എവിടെയും പറയുന്നില്ല. അതുകൊണ്ട് 2 ദിനവൃത്താന്തം 24 20-22 വരെയുള്ള വാക്യങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുള്ള ദൈവാലയത്തിൽ കൊല്ലപ്പെട്ട യഹോയാദാ പുരോഹിതന്റെ മകനായ സെക്കരിയാവിനെ കുറിച്ചാണ് കർത്താവ് ഉദ്ദേശിക്കുന്നത് എന്ന് ചിലർ കരുതുന്നു. ഇതൊക്കെയും ഈ തലമുറമേൽ വരും എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് പറഞ്ഞുകൊണ്ട് കർത്താവിനെ അതിശക്തമായി എതിർത്ത യഹൂദർ തങ്ങളുടെ മുൻ വംശജരുടെ ദുഷ്പ്രവർത്തികളിൽ പങ്കുചേരുകയും ക്രിസ്തുവിനെയും അവന്റെ അപ്പസ്തോലന്മാരെയും കൊല്ലുകയും ചെയ്തതിനാൽ തന്നെ ദൈവകോപത്തിന് ഇരയാകുമെന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. 37 മുതൽ 39 വരെയുള്ള വാക്യങ്ങളിൽ യെരുശലേമേ യെരുശലേമേ പ്രവാചകന്മാരെ കൊല്ലുകയും നിന്റെ അടുക്കൽ അയച്ചിരിക്കുന്നവരെ കല്ലെറിയുകയും ചെയ്യുന്നവളെ, കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ നിന്റെ മക്കളെ ചേർത്തുകൊള്ളുവാൻ എനിക്ക് എത്ര വട്ടം മനസ്സായിരുന്നു, നിങ്ങൾക്കോ മനസ്സായില്ല. നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരും. കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു എന്ന് കർത്താവ് പറയുന്നു. ഈ വാക്യങ്ങളിൽ യേശു കർത്താവിനെ യെരുശലേമിനോടുള്ള ദുഃഖം പ്രകടിപ്പിക്കുന്നു. ദൈവം പലതവണ പ്രവാചകന്മാരെയും ശിഷ്യന്മാരെയും അയച്ചിട്ടും ഇസ്രായേൽ നേതൃത്വം അവരെ തള്ളിക്കളഞ്ഞു, ഉപദ്രവിച്ചു, കൊല്ലുകയും ചെയ്തു. കോഴി തന്റെ കുഞ്ഞുങ്ങളെ ചിറകിൻ കീഴിൽ ചേർക്കും പോലെ എന്ന ഉപമയിലൂടെ ദൈവത്തിന്റെ സംരക്ഷണാത്മകമായ സ്നേഹം യേശു കർത്താവ് വ്യക്തമാക്കുന്നു. എന്നാൽ യെരുശലേം തന്റെ ദൈവത്തെ നിരസിച്ചു, അതിനാൽ ആ നഗരത്തിന്റെ ശിക്ഷാവിധി ഉറപ്പായി എന്ന് കർത്താവ് വ്യക്തമാക്കുന്നു. ദൈവം തന്റെ പുത്രനിലൂടെ പാപക്ഷമയ്ക്കായി സുവിശേഷത്തിലൂടെ വിളിക്കുന്ന ക്ഷണം നിരസിക്കുന്നവർക്ക് കഠിനമായ ശിക്ഷയുണ്ടാകുമെന്ന് ക്രിസ്തുവിന്റെ ഈ വിലാപം ദൈവിക നീതിയെ പ്രതിഫലിപ്പിക്കുന്നതാണെന്നും വ്യക്തമാണ്. 38 വാക്യത്തിൽ നിങ്ങളുടെ ഭവനം ശൂന്യമായി തീരുമെന്നത് അവർ താമസിച്ചിരുന്ന യെരുശലേം നഗരം നശിപ്പിക്കപ്പെടുകയും ഒരു മരുഭൂമിയായി മാറുകയും ചെയ്യുമെന്ന് സൂചിപ്പിക്കുന്നു. മുമ്പ് ദൈവത്തിന്റെ ഭവനമായിരുന്ന എന്നാൽ ഇപ്പോൾ കപടഭക്തരായ യഹൂദരുടേത് മാത്രമായിരിക്കുന്ന അവർ ആശ്രയിച്ചിരിക്കുന്ന ആലയം ദൈവം ഉപേക്ഷിക്കുമെന്നും ദൈവം ഇനി അതിൽ തന്റെ സാന്നിധ്യം അനുവദിക്കില്ല എന്നും കർത്താവ് വ്യക്തമാക്കുന്നു. ഞാൻ എന്റെ ഭവനം ഉപേക്ഷിക്കും, എന്റെ അവകാശം ഉപേക്ഷിക്കും, ഞാൻ സ്നേഹിക്കുന്നവളെ അവളുടെ ശത്രുക്കളുടെ കൈകളിൽ ഏൽപ്പിക്കും എന്ന് യിരെമ്യാവ് 12:7 വാക്യത്തിൽ പ്രവചിച്ചിരിക്കുന്നത് പോലെ തന്നെ നിരാകരിച്ച യെരുശലേം നഗരം 40 വർഷത്തിനുള്ളിൽ നശിപ്പിക്കപ്പെടുമെന്ന സത്യം കർത്താവ് പ്രവചിക്കുകയായിരുന്നു എന്ന് മനസ്സിലാക്കാം. 29 വാക്യത്തിൽ കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന് നിങ്ങൾ പറയുവോളം നിങ്ങൾ ഇനി എന്നെ കാണുകയില്ല എന്ന് ഞാൻ നിങ്ങളോട് പറയുന്നു. അതായത് ജാതികളുടെ പൂർണ്ണത കൊണ്ടുവരപ്പെടുകയും എല്ലാ ഇസ്രയേലും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സമയം വരുന്നതുവരെ കർത്താവിനെ അവർക്ക് കാണുകയില്ല എന്നും ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ നിന്ന് നീങ്ങിയിരിക്കും എന്നും യഹൂദന്മാർ മാനസാന്തരപ്പെട്ട അവരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും. അങ്ങനെ അവർ മനസ്സോടെയും സന്തോഷത്തോടെയും ക്രിസ്തുവിനോട് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവൻ എന്ന വാക്കുകൾ പറയുമ്പോൾ യേശു കർത്താവ് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടും എന്നും കർത്താവ് അർത്ഥമാക്കുന്നു. ജാതികളുടെ പൂർണ്ണത കൊണ്ടുവരപ്പെടുകയും എല്ലാ ഇസ്രയേലും രക്ഷിക്കപ്പെടുകയും ചെയ്യുന്ന സമയം വരുന്നതുവരെ കർത്താവിനെ അവർക്ക് കാണാനാകില്ല എന്നും ദൈവത്തിന്റെ സാന്നിധ്യം അവരിൽ നിന്ന് നീങ്ങിയിരിക്കുമെന്നും യഹൂദന്മാർ മാനസാന്തരപ്പെട്ട അവരുടെ ദൈവമായ കർത്താവിനെ അന്വേഷിക്കും. അങ്ങനെ അവർ മനസ്സോടെയും സന്തോഷത്തോടെയും ക്രിസ്തുവിനോട് കർത്താവിന്റെ നാമത്തിൽ വരുന്നവൻ അനുഗ്രഹിക്കപ്പെട്ടവനെന്ന വാക്കുകൾ പറയുമ്പോൾ യേശു കർത്താവ് തന്റെ മഹത്വത്തിൽ പ്രത്യക്ഷപ്പെടുമെന്നും കർത്താവ് അർത്ഥമാക്കുന്നു.